ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ സീലിങ്ങിൻ്റെ വർക്ക് കാര്യങ്ങൾ, അതായത് നമ്മളൊരു വീടിൻ്റെ മുകളിൽ ഏറ്റവും മുകളിൽ ഡ്രസ് വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ വാർക്കൊന്നും ചെയ്യാതെ സീലിംഗ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ റൂം കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നതെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഡീറ്റെയിൽസാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും ആദ്യം ചെയ്യുന്നത് ജസ്റ്റ് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ കണ്ടോ. ഇതിൻ്റെ മുകളിൽ സീലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ബോർഡ് വ്യത്യാസമുണ്ട്. ജിപ്സം ബോർഡല്ല കൊടുത്തിരിക്കുന്നത്. ജിപ്സം ബോർഡ് ചെറിയൊരു നനവ് കാര്യങ്ങൾ വരുന്ന സമയത്ത് ഒരു 10-15 വർഷം കഴിയുന്ന സമയത്ത് അത് പൊളിഞ്ഞു വീഴാനുള്ള ചാൻസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആ ബോർഡ് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. ആ ബോർഡാണ് നമ്മളിവിടെ മൊത്തം യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബോർഡ് ഇതാണ് വരുന്നത്. കാൽസ്യമാണ് വരുന്നത്. കാൽസ്യം സിലിക്കേറ്റ് എന്ന് പറയുന്ന ബോർഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കാൽസ്യം സിലിക്കേറ്റ് കൊണ്ട് ചെയ്തിരിക്കുന്ന ബോർഡാണ്, ജിപ്സം ബോർഡല്ല. അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി തിക്കായിരിക്കും, നല്ല കനം ഉണ്ടാവും. ഏകദേശം വെള്ളമോ കാര്യങ്ങളൊക്കെ വന്നാലും തന്നെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ലാത്ത നല്ല അടിപൊളി ഷീറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കട്ട് ചെയ്യുന്നതിന് കുറച്ച് റിസ്ക് ആണെങ്കിലും നല്ല ബോർഡാണ് വരുന്നത്. ഈ ബോർഡാണ് അത് വരുന്നത്. കണ്ടോ, നിങ്ങൾ കാണാൻ സാധിക്കും. അതതിൻ്റെ ജിപ്സം ബോർഡിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ജിപ്സം ബോർഡ് ജസ്റ്റ് ഒരു ചെറിയൊരു എന്തെങ്കിലും നനവോ കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ പൊട്ട് വീഴുകയും ഒടിഞ്ഞു വീഴാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്ന ഷീറ്റാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മൾ ജിപ്സം അല്ല എന്ത് ചെയ്താലും ഈ പറയുന്ന ഡ്രസ് വർക്ക് കാര്യങ്ങൾ മുകളിൽ ചെയ്യുന്ന സമയത്ത് മുകളിലുള്ള ചൂട് നമുക്ക് കുറയ്ക്കാനായിട്ട് ഭയങ്കര റിസ്ക്കാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ നമ്മളിതിൻ്റെ മുകളിൽ, അതായത് ജിപ്സം ബോർഡും നമ്മുടെ ഈ പറഞ്ഞ ഡ്രസ് വർക്കിന് ഇടയിലായിട്ടാണ് ഈ ബോർഡ് നമ്മൾ ഈ മെറ്റീരിയൽ അതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കും. അപ്പം നല്ല രീതിയിൽ തന്നെ ചൂട് അബ്സോർബ് ചെയ്ത് താഴേക്ക് ഒട്ടും തന്നെ ചൂടില്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ, എൻ്റെ ഒരു സൈഡിൽ കോട്ടിംഗ് ഉണ്ട്, ഒരു സൈഡിൽ വരുന്ന ജസ്റ്റ് സ്പോഞ്ച് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതെങ്ങനെയാണ് ഇടണേന്ന് ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ ചൂട് സീലിംഗ് വർക്ക് കാര്യങ്ങൾ ചെയ്താലും നമ്മളെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് നമ്മൾ വാർക്ക് ചെയ്യാതെ ഡ്രസ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ സീലിംഗ് ചെയ്തിട്ട് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് ചൂട് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ചൂട് നമുക്ക് ഒരിക്കലും താങ്ങാൻ പറ്റുന്നതിന് അപ്പുറമായിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന മെറ്റീരിയൽസ് നേരെ മുകളിലായിട്ട് കണ്ടോ ജിപ്സം ബോർഡ് ചെയ്തു. അതിൻ്റെ മുകളിലായിട്ട് ഒരു തട്ടിലായിട്ടാണ് നമ്മൾ ഈ പറയുന്ന നമ്മൾ നേരത്തെ കണ്ട അലൂമിനിയം പോലത്തെ ഒരു മെറ്റീരിയലുള്ള ആ കോട്ടിങ് വരുന്ന മെറ്റീരിയൽസ് തന്നെ ഷീറ്റ് നമ്മൾ അതിൻ്റെ സെൻറ്ററിൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചൂട് ഭയങ്കരമായിട്ട് താഴേക്ക് വരാതെ മാക്സിമം പ്രിവെൻറ്റ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള എഫക്റ്റ് കാര്യങ്ങൾ നമുക്ക് താഴെ എഫക്റ്റ് ചെയ്യും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡ്രസ് വർക്കോ സീലിംഗ് വർക്കോ കാര്യങ്ങൾ ചെയ്താലും ഒരു നല്ല രീതിയിലുള്ള ചൂട് കാര്യങ്ങൾ നമുക്ക് താഴെ റൂമിൽ എഫക്റ്റ് ചെയ്യും. നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും സാധിക്കില്ല. ഇതുപോലെ തന്നെ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്യുന്ന ഷീറ്റ് മെയ്യുന്ന മെറ്റീരിയൽസ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതായത് ഈ മെറ്റീരിയൽ പോലെ തന്നെ നമ്മുടെ മുകളിൽ ഡ്രസ് വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ മെറ്റീരിയൽസ് അറ്റാച്ച് ചെയ്ത് വരുന്ന ഷീറ്റും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഡ്രസ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രസ് വർക്ക് ചെയ്തിട്ട് നമ്മൾ സീലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാര്യങ്ങൾ ചൂടില്ലാത്ത രീതിയിൽ റൂം കാര്യങ്ങൾ സെറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്. ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായി വീഡിയോസ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.